ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അത് ഇന്ന് നമ്മൾ അങ്ങ് തീർക്കുക. ഇന്നതുകൊണ്ട് വോയിസ് ഓവർ ഡേ. രാവിലെ തന്നെ മൂട്ടി വന്ന് ഒച്ചയുണ്ടാക്കി എങ്ങനെ എണീക്കാതിരിക്കും? ഹലോ ടെസ്റ്റിംഗ്, ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇച്ചിരി ഉടായിപ്പാട്ടോ. ഇതോ രാവിലെ തന്നെ നമ്മൾ ഇതെല്ലാം ബണ്ടക്കെട്ടും കെട്ടി നമ്മളൊരു സ്ഥലത്ത് പോവാണേ. ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സ് ഇവിടെ പ്രീ ലൗഡ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ ഇന്ന് ഡൊണേറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. എന്തോരം സ്പീഡിൽ ഞാൻ നടന്നാലും എപ്പോഴും എനിക്ക് ഒപ്പം എത്താൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളിവിടെ ഡൊണേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി നമ്മളവിടെ കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു 20% ഓഫിൻ്റെ ഒരു കൂപ്പൺ നമുക്ക് കിട്ടുന്നു. ഇവിടെ വരുമ്പോൾ കുറേ ക്യൂട്ട് ഇതുപോലത്തെ പാവകൾ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. എനിക്ക് ഇവരിൽ ഏറ്റവും ഇഷ്ടം മാലാഖമാരെ തപ്പാന. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് മാലാഖമാരെ എപ്പോൾ ചെന്നാലും കാണും. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ഞാൻ എന്താ മേടിച്ചെന്ന് ഞാൻ വീഡിയോയുടെ എൻഡിൽ കാണിച്ചു തരാം കേട്ടോ. നോക്കണേ. വിശന്നിട്ട് വയ്യ. നമുക്കിനി ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടി നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഗ്രോസറി ഷോപ്പിങ്ങിന് മേടിച്ച മുന്തിരി വേസ്റ്റ് ആക്കാതിരിക്കാൻ ജോസഫ് ഷെഫ് ഈസ് മേക്കിംഗ് സംതിങ്. എൻ്റെ ഫോൺ താഴ്പോയി. എൻ്റെ തക്കാളിക്കറിയും പോർക്കും കൂടെ നെവർ ഹാവ് എവർ. ഇതാണ് നമ്മൾ മേടിച്ച സാധനം. എൻ്റെ കുറേ പ്ലാന്റ്സിനകത്ത് ഇതുപോലത്തെ കുറേ കുഞ്ഞു കുഞ്ഞു പാവകളുണ്ട്. ഇതെല്ലാം ഞാൻ ഇതുപോലെ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് കളക്ട് ചെയ്തതാട്ടോ. ഞാനൊരു ദോശ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിപ്പോൾ ദോശ ഉപ്പുമാവായിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് തിന്നാൻ പോകുന്നു ദോശ ഉപ്പുമാവും പോർക്കും. ഇവിടെ രാത്രി 9 മണിയായി കണ്ടോ, നട്ടുച്ച പോലെ വെയിലടിക്കുന്നത്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് തയ്യാറാക്കിയ പൾപ്പി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൺസെറ്റിൻ്റെ കൂടെ അത് കുടിച്ച് ആസ്വദിച്ച് കിടന്നുറങ്ങാം. ബൈ.